ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, മെക്കാനിക്കൽ സ്ട്രീമിലുള്ള എംടെക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല തസ്തികകളിലൊന്നാണ് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു അധ്യാപന മേഖലയിൽ എത്താൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. കേരളത്തിലെ വിവിധ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള കോളേജുകളിലാണ് നമുക്ക് നിയമനം ലഭിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വളരെ വലിയൊരു വർക്കോളിക് ആയിട്ടുള്ള ഒരു ജോബാണ്. ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ റെക്കഗ്നൈസേഷൻ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു എംടെക് നിലവാരമുള്ള എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ പഠനവും ക്വസ്റ്റ്യനും നല്ല നിലവാരം തന്നെ പോയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ക്രാക്ക് ചെയ്യാൻ പറ്റൂ. പലപ്പോഴും എക്സാമിനേഷന്റെ കട്ട് ഓഫ് ഈ ഒരു 50% താഴെയാണ് പലപ്പോഴും സ്കോർ ചെയ്യുന്നത്. വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പൊ നമ്മുടെ പഠനം നന്നായിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് അത്യാവശ്യം നല്ലൊരു ശതമാനം മാർക്ക് മേടിച്ച് ആദ്യത്തെ ടോപ്പ് റാങ്കിൽ എത്തുന്നവർക്കാണ് എളുപ്പം നിയമനവും ലഭിക്കുന്നത്. അപ്പം ആ ഒരു ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങളുടെ തയ്യാറെടുപ്പുകളെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഏണസ്റ്റ് അക്കാഡമി ഒരു സൗജന്യ വെബിനാർ തയ്യാറാക്കുകയാണ്. അപ്പൊ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വരുന്ന എക്സാമിനേഷൻ എങ്ങനെ തയ്യാറെടുക്കണമെന്നും സിലബസ് എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യണമെന്നും ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്നും പരീക്ഷ എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം ഉള്ള തയ്യാറെടുപ്പുകൾ ഏതൊക്കെ രീതി തുടങ്ങണമെന്നൊക്കെയുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് നൽകാൻ വേണ്ടി ഒരു വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന് മുമ്പായിട്ട് ഈ ഒരു പോസ്റ്റിന്റെ വിശദ വിവരങ്ങളൊന്നും നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ബിടെക്കോട് കൂടി, അതായത് ബിടെക്കിന് ശേഷം നേടിയിരിക്കുന്ന എംടെക് ആണ് വേണ്ടത്. 60% കുറയാത്ത മാർക്ക് നേടിയായിരിക്കണം പാസ്സായിരിക്കേണ്ടത്. അതുപോലെ തന്നെ AICTE നിലവാരത്തിലെ സാലറിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏജ് ലിമിറ്റ് 20 വയസ്സിനും 39 വയസ്സിനുമാണ്. നിലവിൽ ആ പ്രായം മാറിയിട്ട് 44 വയസ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും കാറ്റഗറി നമ്പർ 65/2021 എന്ന നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ അന്ന് വന്നത്. അന്ന് ഈ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം DOE നിലവിൽ വന്നത് 9/8/2024 ആയിരുന്നു. കട്ട് ഓഫ് മാർക്കായിട്ട് 60 മാർക്ക് മാത്രമാണ് വന്നത്. അന്ന് എക്സാമിനേഷന് മാക്സിമം മാർക്ക് വന്നത് 80.67 മാർക്കാണ് എക്സാമിൽ റിട്ടേൺ ആയിട്ട് കിട്ടിയത്. ഇനി ടോട്ടൽ അഡ്വൈസ് പോയത് 55 എണ്ണമായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 110 പേരുണ്ട് താനും. അതായത് റാങ്ക് ലിസ്റ്റിലെ കാലാവധി നിലനിൽക്കെ തന്നെ ഏതാണ്ട് 55ഓളം പേർക്ക് നിയമനം പോയിട്ടുണ്ട്. ഏതാണ്ട് 50%-ലധികം ആൾക്കാർക്ക് നിയമനം നടന്നു കഴിഞ്ഞു. ഇനിയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും നിയമനങ്ങൾ നടക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ നിലവിൽ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നിയമനങ്ങൾ നടക്കും എന്ന് കരുതാൻ കഴിയുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പം ഒരു മെക്കാനിക്കൽ സ്ട്രീമിലെ ഉദ്യോഗാർത്ഥിക്ക് അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രീമിലുള്ള എംടെക് യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല ഒരു സുവർണ അവസരമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഠനം കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ വെബിനാർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വെബിനാർ വരുന്നത് ഓഗസ്റ്റ് 16-ാം തീയതി സൺഡേ വൈകുന്നേരം 7 മണിക്കാണ്. അപ്പോൾ ഈ വെബിനാറിൽ പ്രധാനമായിട്ടും കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ കിട്ടുമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ചാർട്ട് ഉണ്ടാക്കി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് സിലബസ് പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയും. രണ്ടാമതായിട്ട് നിങ്ങൾ ഓരോ മേഖലയ്ക്കും കൊടുക്കേണ്ടുന്ന ഫോക്കസുകൾ കൃത്യമായിട്ട് ഈ വെബിനാറിലൂടെ കിട്ടും. ഇനിയും കൃത്യമായിട്ട് എക്സാമിനേഷന്റെ ഒരു പ്രഡിക്ഷൻ, ഏത് സമയത്തേക്ക് നോട്ടിഫിക്കേഷൻ വരും, ഏത് സമയത്തേക്ക് എക്സാമിനേഷൻ നടക്കുമെന്നുള്ളതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ പഠനത്തിന് കൃത്യമായ റോഡ് മാപ്പ് ഓവറോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി ആഡ് ഓൺ ആയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലെ ടിപ്സ് ഉപയോഗിച്ചാൽ ഈ എക്സാമിനേഷനിൽ മാക്സിമം സ്കോർ നേടാൻ കഴിയും തുടങ്ങിയ എല്ലാ വിശദ വിവരങ്ങളും ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകുന്ന ഫില്ല് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. ഇനി അത് പോരാ, കൂടുതൽ അപ്ഡേറ്റ് പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാലും കൂടുതൽ വിശദ വിവരങ്ങൾ കിട്ടുന്നതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുകയും ഫോണിൽ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ ലൈവായിട്ട് തന്നെ പങ്കെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ റെക്കോർഡഡ് വെർഷനുകളൊക്കെ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഏണസ്റ്റ് അക്കാഡമിയിലെ ലെക്ചർ ഇൻ പോളിയുടെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറുടെയും കോച്ചിങ് അവൈലബിൾ ആണ്. അവൾ അധ്യാപന ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മെക്കാനിക്കൽ സ്ട്രീമിൽ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഏണസ്റ്റ് അക്കാഡമി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.